കോട്ടയിൽ അമ്പലത്തിലേക്ക്. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി റോഡ് വരുമ്പോൾ പുത്തൂർ വയലടുത്താണ് കോട്ടയിൽ ഭഗവതി ക്ഷേത്രം. അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. എല്ലാ വർഷവും ഏപ്രിൽ 1-ന് മണിക്കുന്ന് മലയിൽ ഉത്സവം നടക്കാറുണ്ട്. വർഷത്തിൽ ഒരിക്കലേ നമുക്കതിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. തൃക്കേപ്പറ്റ ഭാഗത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് കയറാമെന്നൊക്കെ പറഞ്ഞ് മറ്റൊരിടം കൂടെ പരിചയപ്പെടുത്തുകയാണ്. കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഇവിടുന്ന് അതിരാവിലെ നമുക്ക് മണിക്കുന്ന് മലയിലേക്ക് പോകാം. കാഴ്ചകൾ കാണാൻ വായോ. വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് മേപ്പാടി ഭാഗത്തേക്ക് വരുമ്പോൾ പുത്തൂർ വയലടുത്തുള്ള കോട്ടയിൽ ശ്രീ ഭഗവതി ഇവിടെ കോട്ടയിൽ ഭഗവതി ക്ഷേത്രമുണ്ട്. ഈ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ഏപ്രിൽ 1-ന് പുലർച്ചെ 5 മണിക്ക് മണിക്കുന്ന് മലയുടെ മുകളിലേക്ക് കയറാം. അന്ന് അവിടെ ഉത്സവമാണ്. ഇതാണ് കൂടുതൽ എളുപ്പമെന്ന് ഈ പ്രദേശത്തുള്ളവർ പറയുന്നു. അപ്പോൾ നമുക്ക് പോയി നോക്കാം, വായോ. അപ്പോൾ നല്ല അനിച്ചക്കൊക്കെ കിട്ടും കേട്ടോ. വൻമരങ്ങളാണ് ഈ ഭാഗത്ത്. മണിക്കുന്ന് മലയിലെ ഏപ്രിൽ 1-ന് നടക്കുന്ന പൂജയിൽ പങ്കെടുക്കാൻ 2 വഴികളിലൂടെ അവിടെ എത്താം. ഒന്ന് തൃക്കേപ്പറ്റ ഭാഗത്ത് നിന്ന്, 2 കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന്. ഇത് കണ്ടോ, നല്ല കാടാണ്. ഈ കാട്ടിലൂടെയാണ് നമ്മളിവിടെ വനദുർഗയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിയതിന് ശേഷം പോകുന്നത്. തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അമ്പലത്തിൽ കഞ്ഞിയും പുഴുക്കും ഒക്കെ ഉണ്ടാവും. ഓരോരുത്തർ ഓരോ വടിയും വെട്ടിക്കൊണ്ടാണ് വരുന്നത്. ഈ വടിയാണ് ഏപ്രിൽ 2-ാം തീയതി ഇവിടെ നടക്കുന്ന ഉത്സവാഘോഷത്തിൽ വിറകായി ഉപയോഗിക്കുന്നു എന്നൊക്കെ ഐതിഹ്യം പറയുന്നു. അതുപോലെ ഇതിനോടനുബന്ധിച്ച് ചരിത്രങ്ങൾ ഏറെയുണ്ട്. അവിടെ ഒരു കുടം വെള്ളം ഈ ആചാരങ്ങൾക്കായിട്ട് അവിടെ പ്രകൃതി കനിഞ്ഞരുളി തരുമെന്നാണ് പറയുന്നത്. ഈ ഉത്സവം കഴിയുമ്പോൾ ആ ഉറവ അടയുമെന്നും പറയുന്നു. ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഏപ്രിൽ 1-ന് പുലർച്ചെ 5 മണിക്ക് ഇവിടെ എത്തിച്ചേരണം കേട്ടോ. നമുക്ക് ഈ കാനന പാതയിലൂടെ ആ മലമുകളിലേക്ക് കയറാം, അവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാം. ബേക്കിൽ നല്ല വ്യൂ ഉണ്ട്, എടുത്തോ. കുരങ്ങൻ്റെ ഇത്തിരി തരുമോ? ഇത്തിരി തരുമോ? അപ്പോൾ എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കാൻ വായോ, ഞങ്ങളവിടെ ഉണ്ടാവും. ബി ഹാപ്പി. കാട്ടുപൂവാണ്, നോക്കിക്കേ, കണ്ണ് പോലെയല്ലേ. പെട്ടെന്ന് കണ്ണ് പോലെ കണ്ടതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചതാണ്. ഇതിൻ്റെ ചുവട്ടിൽ ഒത്തിരി ഉണ്ട് കണ്ണ് പോലെ. വായോ. മേലോട്ടോക്ക് ഒക്കെ എടുത്തോ. ഇനി അടുത്തതും ഉണ്ട്, മൊത്തം എടുത്തോ. അത് ഇനി അടുത്തത് വേഗം വാ. മണിക്കുന്ന് മലയാണേ കാണുന്നത്. ഈ മരത്തിൽ കണ്ടോ ഒരു പ്രത്യേകതരം കായ. ആ കായാണ് ഈ കായ. ഇതിൻ്റെ ഒന്നും പേര് നമുക്ക് അറിയില്ലല്ലോ അല്ലേ. കഴിക്കാൻ പറ്റുന്ന തോന്നുന്നു. അറിയില്ല എന്താണ്. ഈ അമ്പലത്തിലുള്ളവരോട് ചോദിച്ചു നോക്കാം എന്താ അതിൻ്റെ കായൻ്റെ പ്രത്യേകത എന്ന്.
കോട്ടയിൽ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വലതുവശത്ത് വലിയൊരു മാവ് കാണാം. ഈ മാവിൽ ആ നാട്ടുമാങ്ങയ്ക്കൊരു പ്രത്യേക സുഗന്ധമാണ്. അവിടെ ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണാം. ഇപ്പോഴും അവിടെ തിരിയൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മലയുടെ നല്ലൊരു വ്യൂ കിട്ടും, മരങ്ങൾ മറഞ്ഞാലും. ഇന്ന് ഞാൻ ഏറെ സന്തോഷവാനാട്ടോ. വലിയൊരു മാവ് കണ്ടു, ഇങ്ങനെ കൂട്ടിപ്പിടിച്ച എത്തൂല. ഇവിടെ നല്ല സുഗന്ധമാണ് ഈ മാങ്ങയുടെ, കണ്ണിമാങ്ങയുടെ. അതുപോലെ നല്ല തണലും. വയനാട്ടിലൊക്കെ പല വലിയ മരങ്ങളും മുറിച്ചു മാറ്റപ്പെട്ടു പോയപ്പോൾ ഏറെ വേദനിച്ചു. പക്ഷെ ഇതൊക്കെ കണ്ടുമ്പോൾ ഒത്തിരി സന്തോഷം. അമ്പലപ്പറമ്പിൽ എപ്പോഴും ഒരു ആൽമരം അല്ലെങ്കിൽ ഒരു മാവ്, അതല്ലെങ്കിൽ ഒരു പനയൊക്കെ ഉണ്ടാവും. ആ പന മിന്നൽ രക്ഷാജാലകം പോലെയാണ് അതിൻ്റെ ഇലകൾ. ആ ഗ്രാമത്തെ മുഴുവൻ മിന്നലിൽ നിന്നൊക്കെ രക്ഷിക്കുക ഈ പന എന്ന് പറയുന്ന വൃക്ഷം. അങ്ങനെയൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. എന്തായാലും വലിയ കാറ്റ്, നല്ല കൂളിങ്, സുഗന്ധവും. ഈ വൻമരത്തെ ഒന്ന് കണ്ടു നോക്കൂ. ഒരിക്കൽ പോലും മുറിച്ചു മാറ്റാതെ ഇതൊക്കെ നിലനിൽക്കട്ടെ. നിലനിർത്തിയവർക്ക് ഏറെ നന്ദി, നമസ്കാരം. കോടികൾ കൊടുത്താൽ കിട്ടില്ല ഈ ഒരു സുഗന്ധം, ഈ ഒരു തണല്, ഈ ഒരു ഫീല്. ഇതാ ഇപ്പം വീണൊരു കണ്ണിമാങ്ങയാണ്. വെയിൽ കൂടുതലല്ലേ, ഉണ്ടോ? ചുന പറ്റുന്നു, കുന്താ സ്മെല്ല്. ഇതൊക്കെ അറിയാതെ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുക കുറേ പേര്. അണ്ടിയോ മൂത്തേ മാങ്ങയോ മൂത്തേ, അണ്ടിയോ മൂത്തേ മാങ്ങയോ മൂത്തേ എന്ന് വെച്ച്. ഏതെങ്കിലും മൂക്കട്ടെ, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുകയോ അനുഭവിക്കൂ കേട്ടോ. എൻ്റെ ചൊന ഉണ്ടോ? ഇതാ ടേസ്റ്റ്. പോവാ. ചൊന വരുന്നത് കടിക്കുമ്പോഴേക്കും അല്ലേ, നല്ല സ്മെല്ലല്ലേ.